നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പിസ്സ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓവനിലും അതുപോലെ പാനിലും ചെയ്യുന്ന പിസ്സ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പിസ്സയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. പിസ്സ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഇതുപോലുള്ളൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് കേട്ടോ ഞാനിവിടെ എടുത്തത്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ 10 മിനിറ്റ് നമ്മൾ ചെറു ചൂടുവെള്ളത്തിലിട്ടിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഒലീവ് ഓയിലാണ് ഞാനിവിടെ ഒഴിച്ച് കൊടുത്തത്. നമുക്ക് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഒറിഗാനോ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ചെറു ചൂടുവെള്ളമാണ് ഞാനിതിലേക്ക് ഒഴിക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ ഈസ്റ്റ് വർക്ക് ചെയ്യുള്ളൂ. വെള്ളത്തിൻ്റെ ചൂട് ഒരുപാട് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഈസ്റ്റ് വർക്ക് ചെയ്യില്ല. അപ്പോൾ നമ്മൾ ചെറു ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ ഒഴിച്ചിട്ട് നമ്മളിത് കുഴച്ചെടുക്കാം. മൊത്തത്തിൽ ഒരു 200 ml വെള്ളമൊക്കെ ഇതിലേക്ക് വേണ്ടി വരും. 2 കപ്പ് മൈദ എടുക്കുമ്പം 200 ml വെള്ളമാണ് വേണ്ടി വരിക. കുറേശ്ശെ ഒഴിച്ചിട്ട് ഇതുപോലൊന്ന് കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. 5 മിനിറ്റ് ഇതിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഡോൻ്റെ മേലെ 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഒലീവ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇത് ജസ്റ്റ് ഇതുപോലൊന്ന് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഇതുപോലൊന്ന് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് 1-2 മണിക്കൂർ ഇതൊന്ന് മാറ്റി വെക്കണം. ഇതൊന്ന് ഡബിൾ സൈസായി വരുന്നവരെ നമ്മളിതൊന്ന് മാറ്റി വെക്കാം. നല്ല ചൂടുള്ള സ്ഥലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് തന്നെ പൊങ്ങി വരും. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. 1 കപ്പ് ചിക്കനാണ് ഞാനിപ്പോൾ ഇതിലേക്ക് എടുക്കുന്നത്. അതിനുവേണ്ടി ആദ്യം ഇതുപോലുള്ളൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡർ ചേർക്കാം. 1/2 ടീസ്പൂൺ ജിഞ്ചർ പൗഡർ ചേർത്ത് കൊടുക്കാം. നമ്മുടെ കയ്യിൽ ഗാർലിക് പൗഡറും ജിഞ്ചർ പൗഡറും ഇല്ലാന്നുണ്ടെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരച്ചിട്ട് 1 ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇതിലേക്ക് ചേർക്കാം. 1/2 ടീസ്പൂൺ അറബിക് മസാല ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ കബ്സ മസാലയാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് ഇതുപോലുള്ളൊരു ലെമണിൻ്റെ പകുതി ഇതുപോലെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് ചിക്കനാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ എടുത്തത്. ഒരു 150-200 ഗ്രാം ചിക്കൻ ഉണ്ടാവും. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി നമുക്കിതൊരു 20 മിനിറ്റ് ഇതൊന്ന് മാറ്റി വെക്കാം. ചിക്കൻ വറുത്തെടുക്കാൻ വേണ്ടി ഇതുപോലുള്ളൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് ചിക്കൻ വറുത്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ചിക്കൻ ഇതുപോലെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു സൈഡൊന്ന് ആയി വരുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇപ്പോൾ 1 മണിക്കൂർ കൊണ്ട് നമ്മുടെ ഡോ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പിസ്സ ഉണ്ടാക്കി തുടങ്ങാം. ഇത് നമ്മൾ 2 ഭാഗമായിട്ട് മാറ്റണം. ഈ ഡോ 2 ഭാഗമായിട്ട് മാറ്റാം. 2 പിസ്സയാണ് നമ്മളിത് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്കിനി ഡോ ഒന്ന് പരത്തിയെടുക്കാം. അതിനുവേണ്ടി ആദ്യം കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. 1/4 ഇഞ്ച് കനത്തിലാണ് നമ്മളിത് പരത്തിയെടുക്കേണ്ടത്. ഓവനിലാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത്. നമുക്കിത് വേണമെങ്കിൽ പാനിലും ചെയ്തെടുക്കാം. നല്ല സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി നമുക്ക് പിസ്സ ഉണ്ടാക്കാനുള്ള ട്രേയിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലെ ടൊമാറ്റോ കെച്ചപ്പ് വെച്ച് കൊടുക്കാം. പിസ്സ സോസ് വെച്ച് കൊടുത്തിട്ട് നമുക്കിത് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ടൊമാറ്റോ കെച്ചപ്പാണ് വെച്ച് കൊടുക്കുന്നത്. ടൊമാറ്റോ കെച്ചപ്പ് വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനി നമുക്കൊരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇതുപോലൊന്ന് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കാം. ടൊമാറ്റോ കെച്ചപ്പ് വെക്കുന്നതിന് മുമ്പ് കുത്തി കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് ഒറിഗാനോ ഇതുപോലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം.
1/4 ടീസ്പൂൺ ഒറിഗാനോ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. കുറച്ച് ബേസിൽ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ബേസിൽ ഇതുപോലെ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇടാം. ഇനി നമ്മൾ വറുത്ത് മാറ്റി വെച്ച ചിക്കൻ വെച്ച് കൊടുക്കാം. 2 പിസയിലേക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഇത്രയും ചിക്കൻ വറുത്തെടുത്തത്. ചിക്കൻ്റെ പകുതി ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ മൊസറല്ല ചീസ് വെച്ച് കൊടുക്കാം. നമ്മൾ 2 ലെയർ മൊസറല്ല ചീസ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മേലെ ഒലീവ്സ് വെച്ച് കൊടുക്കാം. ബ്ലാക്ക് ഒലീവ്സ് ആണ് ഞാനിപ്പോൾ ഇവിടെ വെച്ച് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ ഒലീവ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലെ ക്യാപ്സിക്കം വെച്ച് കൊടുക്കാം. മൊസറല്ല ചീസ് ഇതുപോലെ വെച്ച് കൊടുക്കാം. കുറച്ച് ഒറിഗാനോ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പിസയുടെ ടോപ്പിങ്സ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഓവൻ ഒരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം 180 ഡിഗ്രി സെൽഷ്യസിൽ 20 മിനിറ്റ് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന വരെ നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ പിസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി പിസയാണ്. നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു പിസയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്